ഒരു തവണ ഈ സ്ത്രീയെക്കുറിച്ച് സിനിമ നടിയായിട്ട് ആരാകട്ടെ മാത്രമല്ലല്ലോ അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണാഭരണശാലയിൽ ഇവരെ അതിഥിയായിട്ട് വിളിച്ചു കൊണ്ടുവന്നു. അവിടെ വെച്ച് അദ്ദേഹം ഇവരോട് അപമര്യാദയായിട്ട് പെരുമാറി. ഇന്നാൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. ഡയലോഗ് തന്നെ കേട്ടോ, അവര് കുന്തി ദേവി. അതിനകത്ത് തന്നെ ഇങ്ങനെ ഈ കുന്തി ദേവി എന്ന് എന്തിനാണ് ഉദ്ദേശിച്ചത്, എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് കൃത്യമാണ്. അവർ പോട്ടെ എന്ന് വിചാരിച്ച് സഹിക്കും. നിരന്തരമായി ഇവരെ കുറിച്ച് ഇതുപോലെ അപവാദങ്ങൾ, അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ, ഹണിറോസ് എന്ന നടിയെ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തു എന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്നത് ശരിയാണോ? അങ്ങനെ രീതിയിൽ അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചത്, എങ്ങനെ കിട്ടോ? ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അതൊന്നും അഭിനന്ദനപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ പരാമർശവും ഓരോ കുറ്റകൃത്യമാണ്. അതിന് ഓരോന്ന് പ്രത്യേകം ചാറിയണം. എന്നാലേ ശരിക്കും നീതിയുടെ താല്പര്യങ്ങൾ പാലിക്കപ്പെടുകയുള്ളൂ. പോലീസുകാരങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സ്വർണ്ണാഭരണശാലയുടെ ഉദ്ഘാടന വേളയിൽ ചെയ്തു ഒരു കുറ്റം, അത് കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ നടത്തിയ പരാമർശം രണ്ടാമത് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത്. അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ, നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. ഞാനൊരു ജെമിനിയാണ്, മനസ്സിലായില്ലേ? അങ്ങനെയും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടേ. ഞാനൊരു സാധനം അങ്ങോട്ട് പറയും, അതിനകത്ത് നിങ്ങൾക്ക് വേണേൽ അങ്ങനെ എടുക്കാം, നിങ്ങൾക്ക് വേണേൽ ഇങ്ങനെ എടുക്കാം. ആൾക്കാരിലോട് ഇട്ട് കൊടുക്കുകയാണ്, നിങ്ങൾ ഊഹിച്ചോ ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ആൾക്കാരിലോട് ഇട്ട് കൊടുക്കുകയാണ്, നിങ്ങൾ ഊഹിച്ചോ. ഈ കാണുന്ന ജനങ്ങൾ പല രീതിയിൽ ഊഹിക്കും. സോ അങ്ങനെ അത് കുഴപ്പമില്ല. അങ്ങനെ അതിന് വേണ്ടി തന്നെയാണ് പറയുന്നത്. അതാ പറഞ്ഞത്, രണ്ട് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഏത് രീതിയിലും എടുക്കാം. ഞാൻ അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ഓക്കെ, അങ്ങനെ എടുത്തോ, അങ്ങനെ പ്രശ്നമില്ല. അതിന്റെ നാണുണ്ടോ? കാട്ടിയൊക്കെ 1000 ഇരട്ടി തറകളാണ് നിങ്ങൾ. പുറമെ മാന്യതയും ഉള്ളിൽ അളിഞ്ഞ ചിന്താഗതിയും കൊണ്ട് നടക്കുന്നു. അങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങൾ അദ്ദേഹത്തിന്റെ മേലുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ ജാമ്യത്തിൽ ഇറങ്ങുന്ന നിമിഷത്തിൽ അദ്ദേഹം മറ്റെന്തെങ്കിലും ആഭാസത്തരം പറയും. എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഈ സ്ത്രീയോട് മാത്രമല്ലോ ചെയ്ത്, അങ്ങനെയാണെങ്കിലും പോട്ടെന്ന് വെക്കാം. ഇവരോട് എന്തോ പൂർവ്വവൈരാഗ്യമുണ്ട്. അല്ലെങ്കിൽ അവരോട് അദ്ദേഹത്തിന് ഈ സ്വർണ്ണാഭരണശാലയുടെ ഉദ്ഘാടനത്തിന് ശേഷം എന്തെങ്കിലും വൈരാഗ്യം തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തി നോക്കാം. അങ്ങനെയല്ല, അദ്ദേഹം ചെറിയ കുട്ടികളോടും ഇതുപോലുള്ള പരാമർശങ്ങളാണ് പറയുന്നത്. സഹോദരി, എന്റെ കടയിലേക്ക് വാ, നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം, അതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ട്. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. നിനക്ക് അമ്മ മെങ്ങന്മാരൊന്നുമില്ലടാ. അദ്ദേഹത്തിന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളോട് ഇത് തന്നെയാണ് നടത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ശരിക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തോട്ട് ചികിത്സിക്കുകയാണ് ചെയ്തിട്ട്. 2 സ്ഥലമുണ്ട്, എവിടെ? ഊളംപാറയും കുതിരവട്ടവും. വകുപ്പില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ നമ്മളിപ്പോൾ തൽക്കാലം സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇത്ര കാര്യമുള്ളൂ. ശരിക്കും ഇതിനൊക്കെ നമ്മുടെ ഈ നീതിന്യായ സംവിധാനം പരിഷ്കരിക്കണം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? പീനൽ കോഡിന്റെ സ്ഥാനത്ത് കുറച്ചുകൂടി മാനുഷികമായിട്ടുള്ള വേറെ എന്തെങ്കിലും സ്ഥാനം കൊണ്ടു ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അപ്പം തന്നെ അടുത്തുള്ള മാനസിക രോഗ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കേണ്ടവർക്ക് ഷോക്ക് കൊടുക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് കുറച്ചൊക്കെ പരിഹാരം. സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. പിന്നെ ഈ ഇതുകൊണ്ടൊരു മെച്ചുണ്ടായത് പിണറായി വിജയൻ എന്തുകൊണ്ടാണ്, ഒരു പക്ഷേ ഒരു നടിയായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പോലീസിന് ഡയറക്ഷൻ കൊടുത്തു. സാധാരണക്കാരിയായ സ്ത്രീ ചെന്ന് പരാതി കൊടുത്താൽ ഒന്നും നടക്കുകയില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇദ്ദേഹത്തിന്റെ ഇതപര്യന്തമുള്ള ഇരകൾ എല്ലാവരും തന്നെ സാധാരണക്കാരും പാവങ്ങളും ഒക്കെ ആയിരുന്നു. അവർക്ക് പരാതിപ്പെടാൻ പോലും കഴിഞ്ഞില്ല. ഇയാൾ സമ്പന്നനാണല്ലോ, അയാൾക്ക് വലിയ സ്വാധീനമുണ്ടല്ലോ, പരാതി കൊടുത്താലും ഫലമില്ല എന്ന് വിചാരിച്ചാൽ ആരും പോലീസിൽ പോയില്ല. അതുകൊണ്ടാണ് പുള്ളിക്ക് ആവേശം വർദ്ധിച്ചത്, ആരെക്കുറിച്ച് എന്തും പറഞ്ഞു കളയാം എന്നൊരു മാനസികാവസ്ഥയിലെത്തി. സാധിക്കുന്നത് ഇതെല്ലാം കണ്ടുപഠിക്കുന്ന യുവതലമുറ എങ്ങനെയായി തീരുമെന്നുള്ളൊരു വലിയ ചോദ്യത്തിലേക്കാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇതുപോലുള്ള ആവേശത്തിന് ഒരു തടങ്കലിടാനായിട്ട് നടി എന്നുള്ള പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അവരുടെ കണ്ണീരിന് അല്ലെങ്കിൽ അവരുടെ പരിദേവനത്തിന്
വില കൽപ്പിച്ചത്. എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. പണിഞ്ഞതാ എന്തുവാട്ടെ, ഞാനതിൽ തെറ്റ് പറയല്ല. മുഖ്യമന്ത്രിയാണെങ്കിലും ആ ഒരിക്കൽ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ സുതാര്യമായിട്ട് ആർജവത്തോടി പെരുമാറി നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കണം. അങ്ങനെ വേണോ? ഏതായാലും പോലീസുകാർ സന്ദർഭത്തിനൊത്ത് ഉയർന്നു. മുമ്പ് ചില സിനിമാ നടന്മാരുടെ കാര്യത്തിലൊക്കെ കാണിച്ച പോലും ഉദാസീനത ഉണ്ടായില്ല. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. അദ്ദേഹത്തെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തു. വയനാട്ടിൽ നിന്ന് കൊച്ചിയിൽ കൊണ്ടുവന്നു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. അഡ്വക്കേറ്റ് രാമൻപിള്ള ചെറിയ ആളല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഘോരമായ പ്രസംഗം കേട്ടിട്ട് ഒരു മജിസ്ട്രേറ്റിൻ്റെ മനസ്സലിഞ്ഞില്ല. ഈ ചപ്പടാച്ചിയുടെ മുമ്പിലും അല്ലെങ്കിൽ വാചോവിലാസത്തിന് മുമ്പിലും അവർ കൂസിയില്ല. അതുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്. വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ വന്നപ്പോഴും ബോബി ചെമ്മണ്ണൂർ വളരെ സമ്പന്നനാണ്, വളരെ പൈസക്കാരനാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഗംഭീരനായ വക്കീലാണ്. അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത് എന്ന് വിചാരിച്ചിട്ടും കോടതി എന്നാൽ ജാമ്യം കൊടുത്തു കളയാം എന്ന് വിചാരിച്ചില്ല. അദ്ദേഹം 2 ദിവസം കൂടി അവിടെ കിടക്കട്ടെ, നമുക്ക് ചൊവ്വാഴ്ച കേൾക്കാം, വിശദമായിട്ട് കേൾക്കാം എന്ന് പറഞ്ഞ് കേസ് മാറ്റിവെക്കണേ ചെയ്ത്. അതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം ഇതുപോലുള്ള ആളുകൾ കുറച്ച് ദിവസമെങ്കിലുമൊക്കെ നിലത്ത് നിറയിൽ കിടക്കട്ടെ. വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെയും ഒരു ജീവിതമുണ്ട് എന്ന് പുള്ളി മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആത്യന്തികമായിട്ട് ഇതൊക്കെ കോടതിയിൽ വിചാരണ ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അഭിലാഷിനും അറിയാം, എനിക്കും അറിയാം, വിനൂരിനും അറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം. അത് ബോബി ചെമ്മണ്ണൂരിനും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം എന്ന് വെച്ചാൽ ഈ ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല ഈ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രത്യേക സിനിമാ നടിയെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് അല്ലാത്തവരും ഒക്കെ നിരന്തരമായി ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അവരാരും ബോബി ചെമ്മണ്ണൂരിന് അത്ര പ്രസിദ്ധരല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും എതിരെ പരാതി കൊടുക്കുന്ന പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഈ പാവപ്പെട്ട സിനിമാ നടി സഹിക്കണം. ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുക്കുകയും അയാളെ ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്തുകൊണ്ടൊരു മെച്ചമുണ്ടായെന്നറിയാമോ? ഈ നേരത്തെ ഇട്ട എല്ലാ കമ്മിറ്റികളും സെക്കൻഡ് വെച്ച ആളുകൾ പിൻവലിച്ച് ജീവൻ കൊണ്ട് ഓടിക്കളയും. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ചെമ്മണ്ണൂരിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നത് മറ്റു പല വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് പറയുന്നവരുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് വളരെ നല്ല കാര്യം. എന്നാൽ പോലും ഇയാൾക്കെതിരെ കേസെടുത്തത് നന്നായി എന്നാണ് അഭിപ്രായം. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ.